നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നു. എന്നാൽ ആദ്യം സ്വന്തം പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന രക്തക്കൊതിയൻ ചെന്നായയുടെ മനസ്സിനാണ് ട്രംപിന്. അണിയറയിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേലിനു വേണ്ടി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ചാണക്യൻ ട്രംപ് തന്നെയാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. ആ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി വരുന്ന ആരെയും ഓടിച്ചിട്ട് തല്ലാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. രണ്ട് രാജ്യങ്ങളുമായുള്ള മോസ്കോയുടെ ദീർഘകാല ബന്ധങ്ങൾ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് റഷ്യയെ ഏറ്റവും അനുയോജ്യവും സവിശേഷവുമായ രാജ്യമാക്കി മാറ്റുന്നുവെന്ന് പുടിൻ അവകാശപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ ആഗോള വാർത്താ ഏജൻസികളിലെ മുതിർന്ന എഡിറ്റർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെയാണ് പുടിൻ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ റഷ്യ ഇതിനകം ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവയുമായി പങ്കിട്ടിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു. ഏതൊരു ലോക നേതാവിന്റെയും ആശയങ്ങളെ വളരെ പരിഹാസരൂപേണ തള്ളിക്കളയുന്ന തന്റെ സ്വഭാവം ട്രംപ് പുടിന്റെ ഈ ഉദ്ദേശത്തിനു മേലും ചാർത്തി. റഷ്യ ആരുടെയും മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നും ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുമാണ് പുടിൻ അഭിപ്രായപ്പെട്ടത്. എന്നാൽ തീരുമാനം തീർച്ചയായും ഈ എല്ലാ രാജ്യങ്ങളുടെയും, പ്രത്യേകിച്ച് ഇറാന്റെയും ഇസ്രായേലിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതാണ് എന്ന് പുടിൻ വ്യക്തമാക്കി. പ്രശ്നത്തിന്റെ ഗൗരവം ട്രംപും അംഗീകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞ പുടിൻ ഇതൊരു സൂക്ഷ്മമായ പ്രശ്നമാണെന്നാണ് ട്രംപ് വിലയിരുത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ സംഘർഷത്തിനൊരു പരിഹാരം സാധ്യമാണെന്നും പുടിൻ പറഞ്ഞു. തന്റെ കാഴ്ചപ്പാടിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പുടിൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ആ പരിഹാര നിർദ്ദേശങ്ങളെ എടുത്ത് ചവറ്റുകൊട്ടയിലിടാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. ഒരു തരത്തിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം ട്രംപിന്റെ തിരക്കഥയ്ക്കനുസരിച്ചും ചരടുവലിക്കനുസരിച്ചുമാണ് നടന്നു പോകുന്നത്. കടൽ മാർഗം സ്വന്തം സേനയെ ഇസ്രയേലിന്റെ പിന്തുണയ്ക്കെന്ന പേരിൽ അയച്ചു കഴിഞ്ഞിട്ട് യുദ്ധം മുറുകുന്നതും കാത്തിരിക്കുമ്പോൾ സമാധാനത്തിന്റെ സന്ദേശവുമായി പുടിൻ കടന്നു വരാതിരിക്കാൻ തന്നെയാണ് കാലേ കൂട്ടി റഷ്യയ്ക്കു മേലൊരു അധികാരം ഉറപ്പിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങളെന്ന് വ്യക്തമാണ്. ഇറാനിയൻ കേന്ദ്രീയങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മറ്റു പ്രാദേശിക ആഗോള ശക്തികളെയും വിഷയത്തിലേക്ക് ആകർഷിക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുടിൻ തന്റെ നിലപാട് അറിയിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രതികരിക്കാൻ പക്ഷേ പുടിൻ തയ്യാറായില്ല. ബുഷഹർ ആണവ നിലയത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഇറാനുമായുള്ള റഷ്യയുടെ ആണവ സഹകരണത്തെക്കുറിച്ച് പുടിൻ എടുത്തു പറയുകയുണ്ടായി. പേർഷ്യൻ കടലിടുക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് 2 അധിക റിയാക്ടറുകൾ നിർമ്മിക്കാൻ 200-ലധികം റഷ്യൻ തൊഴിലാളികൾ നിലവിൽ സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടയിലും പുടിൻ മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ റഷ്യയുടെ ഇടപെടലിൽ തനിക്ക് താല്പര്യമില്ല എന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കി. യുക്രൈനുമായുള്ള വിഷയത്തിൽ ആദ്യം പരിഹാരം കാണൂ എന്നാണ് ട്രംപ് പുടിനോട് തീർത്തു പറഞ്ഞത്. ട്രംപ് തന്നെയാണ് നിലവിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. തനിക്കു പകരം മറ്റൊരാൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് ട്രംപിന്. ഇറാൻ അനുകൂല നിലപാട് വെച്ച് പുലർത്തുന്നതിനാൽ റഷ്യയുടെ സഹകരണത്തോട് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇസ്രയേലിനും ഒട്ടും താല്പര്യമില്ലെന്നാണ് വിവരം. അതിനാലാണ് പുടിന്റെ വാഗ്ദാനത്തിൽ ആരും തന്നെ അനുകൂലമായി പ്രതികരിക്കാത്തത്. ആരൊക്കെ അനുനയ ചർച്ചയുമായി വന്നാലും ട്രംപ് തീരുമാനിക്കും ഓരോ ലോകരാഷ്ട്രങ്ങളുടെയും ചലനം എന്ന തരത്തിൽ രാജ്യങ്ങളെ മുഴുവൻ കാൽക്കീഴിൽ കൊണ്ടുവന്നെത്തിക്കാൻ ട്രംപിനു കഴിഞ്ഞു എന്നതിൻ്റെ പുതിയ ഉദാഹരണമാവുകയാണ് ഈ കടക്കുപുറത്ത് നടപടി.